നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള, കമൻറ്റ് ചെയ്തിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കനൈൻ ഡിസ്റ്റംബർ അണ്ടർസ്റ്റാൻഡിങ് ദ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ അസുഖം വന്നതിന് ശേഷമാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ അസുഖത്തിനെ കുറിച്ച് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഈ അസുഖത്തിന് വന്നു കഴിഞ്ഞതിന് ശേഷം ഫലപ്രദമായ ഒരു ചികിത്സയും നിലവിലില്ല. അതുകൊണ്ട് ഇത് വരാതെ നോക്കുക മാത്രമാണ് ഈ അസുഖത്തിനുള്ള ഏക പ്രതിവിധി. റാബീസിനെക്കാട്ടും പെട്ടെന്ന് മറ്റു നായകളിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് കനൈൻ ഡിസ്റ്റംബർ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് പുതിയതായി നായ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് നായയെ വളർത്തി പരിചയമില്ലാത്തവർക്ക് കനൈൻ ഡിസ്റ്റംബറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോന് താഴെ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. സോ വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഞാൻ കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് സംശയം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ മാത്രമാണ് ആൻസർ ചെയ്യണത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞത് 3 മാസമായ നായയ്ക്ക് ഈ വാക്സിൻ എടുക്കാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ. റാബീസിനെ പോലെ തന്നെ കനൈൻ ഡിസ്റ്റംബറിനെയും റിലീജിയസ്ലി ഫോളോ ചെയ്യേണ്ട ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ട്. അത് തുടങ്ങുന്നത് 6ാമത്തെ ആഴ്ച മുതലാണ്. ഇതിൽ കനൈൻ ഡിസ്റ്റംബർ മാത്രമല്ല, പാർവോ, ഇൻഫെക്ഷ്യസ് കനൈൻ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ ലെപ്റ്റോസ്പൈറൈൻ്റെ കുറച്ച് സ്ട്രെയിനുകൾ, ഈ അസുഖങ്ങൾക്ക് എതിരെയൊക്കെ ഈ വാക്സിൻ ഫലപ്രദമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നായയെ കിട്ടിക്കഴിയുന്നുണ്ടെങ്കിൽ റാബീസ് ആദ്യം എടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെ കനൈൻ ഡിസ്റ്റംബറിനെതിരെയുള്ള കുത്തിവയ്പ്പും എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അന്ന് മുതൽ എടുത്തു തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് വാക്സിനേഷൻ ഫെയിലിയറിന്റെ ഒരുപാട് കേസസ് കണ്ടുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസനീയമായ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. വാക്സിനേഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മറ്റൊരു കമന്റും കൂടെ ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലക്ഷണം വെച്ചിട്ട് എൻ്റെ നായ്ക്കും ഈ രോഗം തന്നെയെന്ന് തോന്നുന്നു. 4 വയസ്സ് പ്രായമുണ്ട്. നാടൻ നായയാണ്. തുടക്കമാണെന്ന് തോന്നുന്നു. കണ്ണിൽ പഴുപ്പുണ്ട്. ആഹാരം എടുക്കുന്നില്ല. എന്താണ് പരിഹാരം? ഈ അവസ്ഥയിൽ പേ വിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ട്. മറ്റെന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു വാക്സിനും സജസ്റ്റ് ചെയ്യില്ല. ഓൾറെഡി അവരുടെ ശരീരം മറ്റൊരു അസുഖം പ്രതിരോധിക്കുന്നതിൻ്റെ തിരക്കിലാണ്. സോ അതിനിടയിൽ നമ്മൾ ഈ വാക്സിനേഷനും കൂടെ കൊടുത്തിട്ട് അവരുടെ ശരീരത്തിന് ഇരട്ടി പണി കൊടുക്കുന്ന മാതിരിയായിരിക്കും. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മറ്റ് വാക്സിനേഷന് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് ഡോഗ്സിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമോ? കനൈൻ ഡിസ്റ്റംബർ ഇന്നേ വരെ മനുഷ്യരിലേക്ക് പകർന്നിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇല്ല. ഈ അസുഖത്തിന് നായയിലുള്ള മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് എന്ന് പറഞ്ഞത് 50%. ചെറിയ നായ്ക്കളിൽ മാത്രമാണ് ഇത് 80%-ഓളം എത്തുന്നത്. അപ്പോഴും 20% നായകൾ പിന്നീടുള്ള കാലം നരകിച്ച് ജീവിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ അസുഖത്തിനെതിരെയുള്ള വാക്സിൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറയണത്. മനുഷ്യരിലേക്ക് ഒരിക്കലും ഈ അസുഖം ഇതുവരെ വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനുള്ള കാരണം ഈ വൈറസിനെതിരെ മനുഷ്യർക്ക് മറ്റ് പല രീതിയിലും കൂടെ പ്രതിരോധം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നാടൻ നായയ്ക്ക് വരുമോ? നാടൻ നായയ്ക്ക് ഒരു പരിധി വരെ ഈ അസുഖത്തിനെതിരെ പ്രതിരോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാടൻ നായകളിലും നല്ല രീതിയിൽ കനൈൻ ഡിസ്റ്റംബർ കാണുന്നുണ്ട്. ഒരു പക്ഷെ മറ്റു നായകളിലും ഈ അസുഖത്തിൻ്റെ ഇൻസിഡൻസ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നാടൻ നായയും ഇതിനുള്ള വാഹകരായി എന്നുള്ളതായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നായ്ക്കളുടെ പോപ്പുലേഷൻ നല്ല കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളും പുറത്തിറങ്ങുന്ന സമയത്ത് ഈ നായ്ക്കളുടെ ബോഡി ഫ്ലൂയിഡ്സ് അടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ മണക്കാനോ അല്ലെങ്കിൽ ശ്വസിക്കാനോ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വീട്ടിലുള്ള നായകൾക്കും കനൈൻ ഡിസ്റ്റംബറിന്റെ ഇൻസിഡൻസ് ഇത്ര ഈ സമയങ്ങളിൽ കൂടുന്നത്. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്, ഡോക്ടർ, ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഒരു ഡോഗ് ഉണ്ട്, അതിനിപ്പോൾ ഈ അസുഖം വന്നു. അതിന് താഴെയുള്ള കമൻറ്റുകളിൽ അവർ പറഞ്ഞത്, അതായത് അവർ പേഴ്സണലി അറിയുന്ന അല്ലെങ്കിൽ അവർ വളർത്തുന്ന ഒരു നായയല്ല, പക്ഷെ ഇങ്ങനെ ഈ അസുഖം കണ്ടിട്ടുണ്ട്, അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു നായനെ കണ്ടിട്ടുണ്ട് വെച്ചാൽ ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള നായനെ വാക്സിനേഷനൊക്കെ പ്രോപ്പർ അല്ലേ അല്ലെങ്കിൽ ഡ്യൂ ആവാറായിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഓൾറെഡി അസുഖം വന്നിട്ടുള്ള നായയിൽ നമുക്ക് അധികം ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇനി നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന നായയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഫുഡുകളൊന്നും കൊടുക്കാണ്ട് കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക.
അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിരുന്നു. അവന് 6 വയസ്സുണ്ട്, നാടനാണ്, കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രീഷ്യസ് ഫുഡ് കൂടെ സജസ്റ്റ് ചെയ്യാമോ? ചോറ് കൊടുക്കുന്ന നായയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് മിക്സിയിലൊന്ന് ജസ്റ്റ് അരച്ചിട്ട് സോഫ്റ്റ് ഫുഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അസുഖമുള്ളൊരു നായേനെ എങ്ങനെ പരിപാലിക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഡോഗ്സിന് സിംറ്റം നോക്കിയല്ലാതെ ബ്ലഡ് ടെസ്റ്റ് വഴി രോഗം നിർണ്ണയിക്കാൻ സാധിക്കുമോ? ഡോഗ്സിൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് അല്ല ആക്ച്വലി ഈ രോഗം നിർണ്ണയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡോഗ്സിൻ്റെ സിംറ്റം നോക്കിയും രോഗം നിർണ്ണയിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി കൺഫർമേറ്ററി ഡയഗ്നോസിസ് വരേണ്ടത് ഒന്നെങ്കിൽ റാപ്പിഡ് ടെസ്റ്റുകളുണ്ട്, ആൻറ്റിജൻ ടെസ്റ്റുകളുണ്ട്. റാപ്പിഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണയുടെ റാപ്പിഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ കൊറോണയ്ക്ക് എങ്ങനെയാണോ ഒരു എക്സ്ട്രാ വരെയും കൂടെ വരിക അതുപോലെ തന്നെ കനൈൻ ഡിസ്റ്റംബറിന് വരും. അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് PCR അല്ലെങ്കിൽ ELISA മാതിരിയുള്ള ടെസ്റ്റുകളാണ്. പക്ഷെ വെറ്ററിനറി ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് കൺഫേം ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പോയാലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് ഈ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ എടുക്കാനുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലക്ഷണം നോക്കിയിട്ടാണ് മിക്കപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റ് വഴിയല്ല നമ്മൾ കൺഫർമേറ്ററി ഡയഗ്നോസിസ് നടത്തുന്നത്. ബ്ലഡ് ടെസ്റ്റ് ആക്ച്വലി ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് നമുക്ക് തരിക. അതായത് വൈറൽ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് ശരിക്കും ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് കിട്ടുന്നത്. അത് ഏത് ബ്ലഡ് ടെസ്റ്റ് ആയാലും അത് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ നടത്തുന്നത് PCR, ELISA മാതിരിയുള്ള ടെസ്റ്റുകളാണ്. സോ ഈ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോഗിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വിവരം പറഞ്ഞുകൊണ്ട് മരുന്ന് കൊടുത്താൽ മതിയാകുമോ? 2 വീക്സ് മുന്നേ വന്നു കയറിയ ഡോഗാണ്. വന്നപ്പോൾ മുതൽ വയ്യായ ഉണ്ട്. ഇപ്പോൾ ലക്ഷണം വെച്ചിട്ട് ഈ രോഗം തന്നെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ സിംറ്റംസ് വെച്ച് മാത്രം നിങ്ങൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ അസുഖം ആയിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, നിങ്ങളൊരു നായനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നില്ല, കാരണം വന്നു കയറിയ നായയാണ്, നമുക്കത്ര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലുള്ളൊരു നായയുടെ അത്ര ഉണ്ടാവില്ലല്ലോ. ഇതിന് താഴെയുള്ള പല കമൻറ്റുകളും അതുപോലെ പറയുന്നവരുണ്ട്. അതായത് ഇതേപോലത്തെ ലക്ഷണങ്ങളുണ്ട്, അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞപ്പോൾ വേറെ എന്തോ മരുന്നാണ് കൊടുത്തത് എന്നുള്ള രീതിയിൽ. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി ചെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ നായയുടെ അവസ്ഥയോ അവർ മനസ്സിലാക്കുന്നില്ല, അവർക്ക് കാണാനില്ല. അതുകൊണ്ട് തന്നെ മിസ് ഡയഗ്നോസിസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വിറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് മറ്റൊരു പല രീതിയിലും ഡയഗ്നോസ് ചെയ്യപ്പെടാം. ഒരു വിറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കനൈൻ ഡിസ്റ്റംബർ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. മരുന്ന് ഇല്ലല്ലോ, ട്രീറ്റ്മെൻറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിംറ്റംസ് കുറയ്ക്കാനും അതുപോലെ ലൈഫ് ഈസി ആക്കാനും പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെയിന് കുറയ്ക്കാനും പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇതിന്. സോ അതെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനിയുള്ളൊരു ചോദ്യം ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മാം എൻ്റെ ഡോഗും ഈ അസുഖം വന്നാണ് മരിച്ചത്. മാം എൻ്റെ 2 ഡോഗും ഈ അസുഖം വന്നാണ് മരിച്ചത്. അറിയാൻ വൈകിപ്പോയി, അറിഞ്ഞപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി ഞാനൊരു ബ്രീഡിനെ എടുത്താൽ അതിനും ഈ അസുഖം വരുമോ? കാരണം അവരുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ ബാക്കി 2 മരണവും സംഭവിച്ചത്. അതുകൊണ്ടൊരു പേടി. സാധാരണഗതിയിൽ ഈ വൈറസുകൾക്ക് ശരീരത്തിന് പുറത്ത് വലിയ നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നായ ഈ അസുഖം വന്നിട്ടാണ് മരിച്ചത് വെച്ചാലും ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആ കൂട് വൃത്തിയാക്കിയതിന് ശേഷം മറ്റൊരു നായേനെ കൂട്ടിൽ വളർത്താം. പക്ഷെ ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന നായേനെ ഓൾറെഡി ഫസ്റ്റ് വാക്സിനേഷനെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ്. കുഞ്ഞിനെ വാങ്ങിക്കുന്ന സമയത്ത് 45 ദിവസത്തിൽ ആദ്യത്തെ വാക്സിനേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ റോട്ടിൽ നിന്ന് ഒരു നായനെ അഡോപ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കനൈൻ ഡിസ്റ്റംബർ അല്ല ആദ്യം എടുക്കേണ്ടത്, റാബീസ് വാക്സിനേഷനാണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. കാരണം കനൈൻ ഡിസ്റ്റംബറിനെക്കാട്ടും കൂടുതൽ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള അസുഖം റാബീസ് ആണ്. ഈ റാബീസ് വാക്സിനേഷനും കനൈൻ ഡിസ്റ്റംബർ വാക്സിനേഷനും തമ്മിൽ 2 ആഴ്ചത്തെ ഇടവേളയെങ്കിലും വേണം.
സോ 2 ആഴ്ചയ്ക്ക് ശേഷം കനൈൻ ഡിസ്റ്റംബർ വാക്സിനേഷൻ കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ആ നായനെ കൂട്ടിൽ കയറ്റുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ അസുഖം വന്നതിന് ശേഷം റാബീസ് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ട മറ്റൊരു ചോദ്യമാണ് ഈ അസുഖം വന്നതിന് ശേഷം ഇതിൻ്റെ തന്നെ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു അസുഖവും വന്നതിന് ശേഷം അതിൻ്റെ വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല. അസുഖം വന്നതിന് ശേഷം വാക്സിൻ എടുക്കുന്ന സമയത്ത് ലക്ഷണങ്ങൾ വീണ്ടും കൂടാനാണ് ചാൻസ്. അതുകൊണ്ട് അസുഖം വന്നതിന് ശേഷം വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇമ്മ്യൂണോഗ്ലോബിൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കനൈൻ ഡിസ്റ്റംബറിന് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതിന് ശേഷം ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്തതുകൊണ്ട് വലിയ കാര്യമില്ലെങ്കിലും മരണത്തിൽ നിന്ന് ഒരു പക്ഷേ രക്ഷിക്കാൻ ഇമ്മ്യൂണോഗ്ലോബിനെ കൊണ്ട് സാധിക്കും. പക്ഷേ ഗവൺമെൻറ് ആശുപത്രികളിലൊന്നും ഇമ്മ്യൂണോഗ്ലോബിൻ അവൈലബിൾ അല്ല കനൈൻ ഡിസ്റ്റംബറിനെതിരെ. അത് നിങ്ങൾ കൂടുതൽ ചെക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. കനൈൻ ഡിസ്റ്റംബറിനെ കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോ ചെയ്തപ്പോൾ ഒരുവിധം എല്ലാവരുടെയും സംശയങ്ങൾ ക്ലിയർ ചെയ്തു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനുശേഷം അതിന് താഴെ വന്ന കമൻസ് ആണ് ഇങ്ങനെയുള്ളൊരു വീഡിയോയും കൂടെ ചെയ്യണം എന്ന് തോന്നിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ തുടങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. സോ തുടങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ വീഡിയോ ഓൾറെഡി നായ വളർത്തി നല്ല പരിചയമുള്ള അല്ലെങ്കിൽ കനൈൻ ഡിസ്റ്റംബറിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കൃത്യമായ വാക്സിനേഷൻ ഫോളോ ചെയ്യുന്ന ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, പുതിയതായി നായയെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നായയെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് കനൈൻ ഡിസ്റ്റംബർ എന്ന അസുഖത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്യുക. സോ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഓൺ കനൈൻ ഡിസ്റ്റംബർ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നവരാണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.